വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ D2C സീരീസ് ബൈ ദ ഇകോം ഷോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെ കുറിച്ചാണ്. ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കാൻ പോണത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് D2C ചാനൽസ് ഡീപ് ഡൈവ് ചെയ്യും. എന്തൊക്കെയാണ് ഓരോ ചാനലിൻ്റെയും പ്രത്യേകത. ടോണി ഷാ പറഞ്ഞ പോലെ യുവർ ബ്രാൻഡ് ഈസ് നോട്ട് വാട്ട് യു സെൽ ബട്ട് ഇറ്റ്സ് ദ എക്സ്പീരിയൻസ് യു ഡെലിവർ. എന്താണ് അതിനർത്ഥം? നിങ്ങൾ വിൽക്കുന്നതല്ല നിങ്ങളുടെ ബ്രാൻഡ്, പക്ഷെ നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ഇനി എന്താണ് D2C? D2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാത്തൊലിയോ തേങ്ങാക്കൊലയോ ഒന്നുമല്ല. ഇറ്റ് ഈസ് സിംപ്ലി എ ബ്രാൻഡ് വിത്ത് എ വെബ്സൈറ്റ് വേർ യു ക്യാൻ ഓർ യുവർ കസ്റ്റമേഴ്സ് ക്യാൻ ബൈ ഫ്രം. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി നിങ്ങളടുത്തിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉള്ള പ്രൊഡക്റ്റിനെയാണ് D2C എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ആൾക്കാർ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് D2C ഭയങ്കര പ്രോഫിറ്റബിൾ ചാനലാണ്. ആദ്യമേ മനസ്സിലാക്കിക്കോളൂ, D2C മേ നോട്ട് ബി ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ചാനൽ യെറ്റ് അൺലെസ് യു സോൾവ് ഫോർ റീറ്റൻഷൻ. അതായത് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ D2C ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റബിൾ ചാനൽ ആവുകയുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് കൂടുതൽ പഠിക്കാൻ പോണത് D2C ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കണ്ടാത്തത്. യാഥാർത്ഥ്യവും സത്യവും തമ്മിലുള്ള അന്തരമാണ് ആദ്യം ഞാൻ പറയാൻ പോണത്. D2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കമ്മീഷൻ ഇല്ല, എല്ലാ കസ്റ്റമർ ഡാറ്റയും നമ്മളെടുത്തിട്ടുണ്ട്, കസ്റ്റമറെ ഫുള്ള് ഓൺ ചെയ്യാം, ക്രോസ് സെല്ലിങ് ചെയ്യാം, കസ്റ്റമർ എക്സ്പീരിയൻസ് മൊത്തം ഓൺ ചെയ്യാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ D2C ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഒരു ട്രാഫിക്കും ഉണ്ടാവില്ല. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ഹൈ RTO, അതായത് റിട്ടേൺസ് ആൻഡ് എക്സ്ചേഞ്ചസ്, ഇത് വളരെ കൂടുതലായിരിക്കും സ്വന്തം D2C വെബ്സൈറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് ഈവൺ ട്രസ്റ്റ് ഇല്ല, റിപ്പീറ്റ് പർച്ചേസ് വളരെ കുറവായിരിക്കും, ആഡ് സ്പെൻഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ D2C വെബ്സൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി D2C വെബ്സൈറ്റ് ചെയ്യാം അത് നമുക്ക് നോക്കാം. D2C ഓൺ വെബ്സൈറ്റ്, മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള വെബ്സൈറ്റ്സ്. ഇത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഫണ്ടമെന്റൽസ്. റവന്യൂ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പീപ്പിൾ ദാറ്റ് വിസിറ്റ്സ് യുവർ സൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ കൺവേർഷൻ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് ഓർഡർ വാല്യൂ. അതായത് 1000 ആൾക്കാർ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയും 3% ആൾക്കാർ കൺവേർട്ട് ചെയ്യുകയും ഒരു 1000 റുപ്യൻ്റെ സെയിലും ആണ് ഓരോ കസ്റ്റമറും നമുക്ക് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1000 into 3% is 30. 30 into 1000 ആവറേജ് ഓർഡർ വാല്യൂ വിച്ച് ഇസ് 30,000. അതായിരിക്കും നമ്മളെ റവന്യൂ. ഇതാണ് ഇ-കൊമേഴ്സിൽ ബേസിക് ഫണ്ടമെന്റൽ. ഇനി മാർക്കറ്റ് പ്ലേസും D2Cയും തമ്മിൽ എന്താണ് ഇത്രയും കൂടുതൽ വ്യത്യാസം? മാർക്കറ്റ് പ്ലേസിൽ ജനറിക് കീവേഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് സീലിംഗ് ഫാൻ വേണം, ഞാൻ സീലിംഗ് ഫാൻ എന്നായിരിക്കും മിക്കവാറും അടിക്കാം, വിച്ച് ഇസ് എ ജനറിക് കീവേഡ്. അവിടെ നമ്മളെ ബ്രാൻഡ് വിസിബിൾ ആണെങ്കിൽ നമുക്ക് ആ സെയിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ ChatGPTയിൽ നമ്മളെ കീവേഡ്സിന് സീലിംഗ് ഫാൻ എന്നുള്ള കീവേഡ്സിന് നമ്മൾ റാങ്ക് ചെയ്യണം, വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഡ്യൂറിങ് ഇനീഷ്യൽ ടൈം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യണം. പെയ്ഡ് ആഡ്സ് റൺ ചെയ്യേണ്ടപ്പം വി ഹാവ് എ ലോട്ട് ഓഫ് കോസ്റ്റ്. ആകെക്കൂടി ഇവിടെ ഗുണമുള്ളത് നമുക്ക് ആ കസ്റ്റമർ ജേണി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. പ്ലസ് കസ്റ്റമർ നമുക്ക് എങ്ങനെങ്കിലും പെയ്ഡ് ആഡ്സിൻ്റെ കോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ ചാനൽ. അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ആയിരിക്കാം നിങ്ങൾക്ക് നല്ലത്. നമ്മളെ ഓൺ വെബ്സൈറ്റ് അല്ലെങ്കിൽ D2C വെബ്സൈറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സ് നമ്മൾ വെബ്സൈറ്റിൽ പെയ്ഡ് ആഡ്സ് വഴി കൊണ്ടുവരിക. എന്നിട്ട് മാക്സിമം കസ്റ്റമേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ആ കസ്റ്റമേഴ്സ് വീണ്ടും നമ്മളെ വെബ്സൈറ്റിൽ വരണം, പക്ഷെ അടുത്ത പ്രാവശ്യം പെയ്ഡ് ആഡ്സ് ചെയ്തിട്ടായിരിക്കരുത് നമ്മളെ കസ്റ്റമേഴ്സ് വീണ്ടും വരുന്നത്. സോ അതിനെന്താണ്, ആ ഫണലിൻ്റെ എല്ലാ സെഗ്മെൻറ്റും അടിപൊളിയായിട്ട് നമ്മൾ എൻജിനീയർ ചെയ്യണം.
അപ്പോൾ എന്താണ് D2C ഫണൽ? അപ്പോൾ ആ ഫണലിൽ ആദ്യം വരുന്നത് ട്രാഫിക്, രണ്ടാമത് വരുന്നത് ലാൻഡിംഗ് പേജ്, മൂന്നാമത് വരുന്നത് ട്രസ്റ്റ് എലമെന്റ്സ്, നാലാമത് വരുന്നത് ചെക്ക്ഔട്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഓഫ് ദ ഫണൽ ഈസ് പോസ്റ്റ് പർച്ചേസ് ഫ്ലോസ്. ഇനി നമുക്ക് ആ ഫണലിന്റെ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. ട്രാഫിക്, അതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. എങ്ങനെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാം? വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചതോടെ ഒന്നും ആവില്ല കേട്ടോ. വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെയിലും ഒരു ട്രാഫിക്കും വരില്ല. ട്രാഫിക് എന്നതുകൊണ്ട് നമ്മൾ എക്സാക്ട്ലി ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് നിങ്ങളെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ടോ. നമ്മളൊരു ഷോപ്പ് തുറന്നു വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഷോപ്പിലേക്ക് ഇന്ന ഷോപ്പ് ഉണ്ട് എന്നും ഷോപ്പിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊരു ആക്ടിവിറ്റിയാണ് ഉദ്ഘാടനം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം? അതിന് രണ്ട് വേ ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഓർഗാനിക് മാർക്കറ്റിംഗ്, രണ്ടാമത്തത് പെയ്ഡ് മാർക്കറ്റിംഗ്. എന്താണ് ഓർഗാനിക് മാർക്കറ്റിംഗ്? ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റിലേക്ക് ആളെ കൊണ്ടുവരുന്നു. അത് വൺ വേ ഓഫ് ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ്. രണ്ടാമത്തെ ഒരു വേ ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ത്രൂ നമ്മൾ കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ വെബ്സൈറ്റിലേക്ക് തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നു. ഇനി മൂന്നാമത്തെ വേ ഉണ്ട്. എങ്ങനെയാണ്? നമുക്ക് പല പല ചാനലുകളിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് പോലെ പ്ലാറ്റ്ഫോംസ് ത്രൂ നമുക്ക് മാക്സിമം കസ്റ്റമേഴ്സിനെ നമ്മളെ പേജിലേക്ക് എത്തിക്കാം. ഇതൊക്കെ ഓർഗാനിക് വേസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഇനി രണ്ടാമത്തെ വേ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. എന്താണ്? പെയ്ഡ് ആഡ്സ്. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പം നമ്മൾ സ്പോൺസേഡ് എന്ന് കാണാം. അതാണ് പെയ്ഡ് ആഡ്സ്. അതായത് പല കണ്ടന്റുകളും പേ ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുത്തും. ദാറ്റ് ഈസ് കോൾഡ് പെയ്ഡ് ആഡ്സ്. അപ്പോൾ ഈ പെയ്ഡ് ആഡ്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കസ്റ്റമറിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സെക്ഷൻ, ലാൻഡിംഗ് പേജ്. നമ്മൾ ട്രാഫിക് ഒക്കെ കൊണ്ടുവന്നു, നമ്മളെ പേജിലേക്ക് ആളെ കൊണ്ടുവന്നു. ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളെ സെയിൽസ് പേഴ്സൺ ആണ്. ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവുമല്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇവിടെ നമുക്കുള്ളത് ഒരു ലാൻഡിംഗ് പേജാണ്. ആ ലാൻഡിംഗ് പേജിൽ മാക്സിമം ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഏത് പ്രൊഡക്റ്റിനാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്ത് നമ്മൾ ട്രാഫിക് കൊണ്ടുവരുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഫീച്ചർ ലിസ്റ്റ് നമ്മൾ ആ ലാൻഡിംഗ് പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അതിൽ നിർബന്ധമായിട്ടും വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1, എന്തിന് ഈ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. 2, ഈ പ്രൊഡക്റ്റ് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. 3, ആരൊക്കെയാണ് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അവിടെ കുറേ റേറ്റിങ്ങും ഫീഡ്ബാക്സും റിവ്യൂസും പോരാത്തതിന് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് അല്ലെങ്കിൽ കസ്റ്റമറെ ഫീഡ്ബാക്കിൻ്റെ വീഡിയോസും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കരമായി ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടും. 4, കസ്റ്റമർ എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ എന്ത് സംഭവിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ വാറന്റീനെ കുറിച്ച് മെൻഷൻ ചെയ്യണം, ഈസിലി ഇത് റിട്ടേൺ ചെയ്യാമെന്ന് മെൻഷൻ ചെയ്യണം, അതേപോലെ ഷിപ്പിങ്ങിനെ കുറിച്ചും മെൻഷൻ ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ്, കസ്റ്റമർ വന്നു, ട്രസ്റ്റ് ബിൽഡായി, പ്രൊഡക്റ്റ് കണ്ടു, പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് കണ്ടു, റിവ്യൂസ് കണ്ടു, എല്ലാം കൊണ്ടും കസ്റ്റമർ റെഡിയാണ്. നൗ യു ഹാവ് ടു മേക്ക് ഷുവർ ദ കസ്റ്റമർ ഡസ് ദ ഫൈനൽ ജോബ് ഓഫ് ബൈയിങ് ദ പ്രൊഡക്റ്റ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ഡെലിവറി എന്ന് കൊടുക്കാം. സോ ഒപ്റ്റിമൈസ് യുവർ ലാൻഡിംഗ് പേജ് ടു ദ ബെസ്റ്റ്. ഇതിന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടത് ബൈബോക്സ് ടൂൾസിൽ ബ്ലോവർ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോവർ എന്ന പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? അതായത് നമുക്ക് നമ്മളെ വീട്ടുമുറ്റത്ത് ഇലകൾ അടിച്ചു വരുന്നത് ഈ ബ്ലോവർ വെച്ചിട്ട് അതിലാണ് കാണിക്കാം ആഡിൽ. പക്ഷേ ആഡ് വന്ന് ലാൻഡിംഗ് പേജിൽ നമ്മൾ പറയാണ് ഹൈലി എനർജി എഫിഷ്യൻറ്റ് ബ്ലോവേഴ്സ് അവൈലബിൾ. പോയില്ലേ? നമ്മൾ പറയേണ്ടത് യു ക്യാൻ ക്ലീൻ യുവർ ഫ്ലോർ യൂസിങ് ദിസ് ബ്ലോവർ എന്നായിരിക്കണം ലാൻഡിംഗ് പേജ് കോപ്പി പറയേണ്ടത്. ഇനി നമ്മുടെ ഫണലത്തെ മൂന്നാമത്തെ സെക്ഷൻ, ട്രസ്റ്റ് എലമെൻറ്റ്സ്. മാക്സിമം ട്രസ്റ്റ് എലമെൻറ്റ്സ് നമ്മളെ ലാൻഡിംഗ് പേജിൽ നമ്മൾ കൊടുക്കണം. ഇത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ്, പ്രോഡക്റ്റിന് റിവ്യൂസ് വേണം. മാക്സിമം സ്റ്റാറും റിവ്യൂസും കാണുമ്പോഴാണ് കസ്റ്റമറിന് ട്രസ്റ്റ് കൂടുക. 2, പോളിസീസ് വളരെ ക്ലിയർ ആയിരിക്കും. അതിൻ്റെ അകത്ത് 2 വെരി ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ആണുള്ളത്. ഒന്ന്, എന്താണ് റിട്ടേൺ പോളിസി? ഈ പ്രൊഡക്റ്റ് നേർക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കെൻ ഐ റിട്ടേൺ ഇറ്റ് ഈസിലി. 2,
ഈ പ്രൊഡക്റ്റിന് വാറണ്ടി അവൈലബിൾ ആണോ? ഇതൊക്കെ ഭയങ്കരമായി കസ്റ്റമറിൽ ട്രസ്റ്റ് ജനിപ്പിക്കുന്ന സാധനമാണ്. ഇനി മൂന്നാമത്തെ ട്രസ്റ്റ് എലമെന്റ് എന്താണ്? നമുക്ക് UGC കണ്ടന്റ് ആകും. അതായത് കസ്റ്റമർ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. കസ്റ്റമർ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അൺബോക്സിങ് വീഡിയോസ് അയച്ചു തരാം. ഇതാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. ഇത് മാക്സിമം ലാൻഡിംഗ് പേജിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ അകത്ത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, അതായത് നിങ്ങൾ പുതിയ ബ്രാൻഡ് ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട, ഞാൻ പറയാം, നമ്പർ 1 സാധനമാണ് വാട്സാപ്പ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി വാട്സാപ്പിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാളും അടിപൊളി ട്രസ്റ്റ് ബിൽഡർ വേറല്ല. കാരണം എന്താ? കസ്റ്റമർക്ക് അപ്പം തന്നെ വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യാണ്. വാട്സാപ്പിൽ റിപ്ലൈ വരുമ്പോൾ കസ്റ്റമർ എന്താ വിചാരിക്കുക? ഓക്കെ, ദീസ് ഗൈസ് ആർ വെരി റിസെപ്റ്റീവ് ടുവേർഡ്സ് മൈ ക്വയറീസ്. ഇവരെ എപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യും. അതൊരു മാസീവ് ട്രസ്റ്റ് മാർക്കറാണ്. പ്ലസ് നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ ആ ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസും ആ പേജിൽ കൊടുക്കാൻ മറക്കരുത്. ബിക്കോസ് ഇനി അഥവാ ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജിൽ കിട്ടുന്നില്ല, സ്റ്റോറിൽ പോയി വിസിറ്റ് ചെയ്യാലോ. ദാറ്റ് ഈസ് ആൾസോ സംതിങ് വിച്ച് വിൽ ക്രിയേറ്റ് ട്രസ്റ്റ് ഫോർ ദ കസ്റ്റമർ. ഇനി ഇപ്പം ക്വിക്ക് ഡെലിവറിൻ്റെ കാലഘട്ടമാണ്. സോ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളെ ലാൻഡിംഗ് പേജിൽ മെൻഷൻ ചെയ്യുക. അത് ഇനിയിപ്പോൾ 1 മണിക്കൂറാണെങ്കിലും 1 ദിവസമാണെങ്കിലും 5 ദിവസമാണെങ്കിലും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതും കസ്റ്റമറിൽ ഭയങ്കരമായി ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എത്ര പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നോ അത്രയും നല്ലത്. പക്ഷേ ഒരിക്കലും അവിടെ കള്ളത്തരം പറയരുത്. എന്താണോ നിങ്ങളെ ആക്ച്വൽ ഡെലിവറി ടൈം ലൈൻ അത് മാത്രമേ അവിടെ മെൻഷൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് വിൽ ഫയർ യു ബാക്ക് ലേറ്റർ. ഇനി ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് വേറെയും സാധനങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഷാർക്ക് ടാങ്കിൽ വന്നൊരു സ്റ്റാർട്ടപ്പാണ്, നിങ്ങൾക്ക് ഷാർക്ക് ടാങ്ക് ആ ലോഗോ അവിടെ കൊടുക്കാം. നിങ്ങൾ IIT ഫൗണ്ടറാണ്, അത് ആക്ച്വലി മാർക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. സോ യു ക്യാൻ ഗീവ് ബിൽറ്റ് ബൈ IIT ഗ്രാജുവേറ്റ്സ്. അല്ലെങ്കിൽ മനോരമ എലിവേറ്റിൽ വന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ആ ലോഗോസ് നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഈസ് ആൾസോ സംതിങ് ദാറ്റ് വിൽ ക്രിയേറ്റ് ട്രസ്റ്റ്, വിശ്വാസ്യത ജനിപ്പിക്കും. ഇനി നിങ്ങൾ പല ന്യൂസ് ചാനൽസിൽ നിങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളെ വെബ്സൈറ്റിൽ കൊടുക്കുക. കാരണം അതും ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആസ് ഫീച്ചേർഡ് ഓൺ ഗൾഫ് ന്യൂസ്, ഖലീജ് ടൈംസ്, മീഡിയ വൺ, മാതൃഭൂമി, മനോരമ. ഇനി ഇ-കോം ഷോയിൽ പോലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്കതൊരു നല്ല കാര്യമാണ്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് all the channels you are mentioned on your website too, which will increase the trust again. ഇനി D2C ഫണലിൻ്റെ 4ാമത്തെ സെക്ഷൻ which is checkout. ചെക്കൗട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് റിട്ടേൺ ടു ഒറിജിൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അതായത് കസ്റ്റമർ ഓർഡർ ചെയ്യും, പക്ഷേ ഒന്നെങ്കിൽ കസ്റ്റമർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കസ്റ്റമർ കൊടുത്ത അഡ്രസ്സ് റോങ് ആയിരിക്കും. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഫസ്റ്റ് വേ ഈസ് ഡൂയിങ് ഇറ്റ് മാനുവലി. വാട്സാപ്പിൽ നമുക്ക് പിങ് ചെയ്തിട്ട് കസ്റ്റമറോട് മേക്ക് ഷുവർ ചെയ്യാം കസ്റ്റമർ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ദർ ഇസ് തേർഡ് പാർട്ടി ചെക്കൗട്ട് ടൂൾസ്, അതായത് ഗോ ക്വിക്ക് അല്ലെങ്കിൽ ഷിപ്പ് റോക്കറ്റ് ചെക്കൗട്ടൊക്കെ ഓൾറെഡി അറിയാം. ഇങ്ങനത്തെ കുറേ റോങ് പ്ലെയേഴ്സ് ഉണ്ട്, റോങ് കസ്റ്റമേഴ്സ്. അവരെ പണിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർഡർ ചെയ്യും, അത് ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ തേർഡ് പാർട്ടി ചെക്കൗട്ട്സിന് ഓൾറെഡി അറിയാം ഹൂ ആർ ദോസ് കസ്റ്റമേഴ്സ്. ആ കസ്റ്റമേഴ്സിനെ ആ തേർഡ് പാർട്ടി ചെക്കൗട്ട് ആപ്സ് ഓർഡർ പ്ലേസ് ചെയ്യാൻ സമ്മതിക്കില്ല. സോ RTO ഇസ് സംതിങ് വിച്ച് യു നീഡ് ടു ബി വെരി കെയർഫുൾ. കാരണം നമ്മുടെ ഇന്ത്യയിൽ മാത്രം RTO 30% ഉണ്ട്. അതായത് 100 ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 30 ഓർഡേഴ്സ് തിരിച്ച് നിങ്ങൾക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു അവോയ്ഡ് ഇറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ഒന്നെങ്കിൽ മാനുവലി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് കസ്റ്റമറോട് ചോദിച്ച് കൺഫേം ചെയ്ത് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആക്കി മാറ്റാം. ഇനി അതുമല്ലെങ്കിൽ തേർഡ് പാർട്ടി ചെക്കൗട്ട് ആപ്സ് യൂസ് ചെയ്തിട്ട് ഇതൊരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നൗ സെക്കൻഡ് തിങ് ഇൻ ചെക്കൗട്ട്, നിങ്ങൾ നല്ല റിലയബിൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുക. കാരണം കസ്റ്റമർ പേ ചെയ്യാൻ നോക്കുമ്പോൾ ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ there are chances that you may miss the order. കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ സ്പാന് വളരെ കുറവാണ്. ഈ അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ടൈമിൽ നിങ്ങൾക്ക് ആ ഓർഡർ കൺവേർട്ട് ചെയ്തേ പറ്റൂ. അപ്പം
പേയ്മെൻറ്റ് ഗേറ്റ് വേ വളരെ ഫാസ്റ്റും എഫിഷ്യൻറ്റും ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഓൾവേസ് യൂസ് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ലൈക്ക് Razorpay or Cashfree or very reliable partners that are known for giving the best service. എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ ഡ്രോപ്പ് ഓഫ്സ് വരുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓൾവേസ് ടോക്ക് ടു ദോസ് പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ ആ ഇപ്പല്ല പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൊവൈഡേഴ്സിനെ നിങ്ങൾ മാറ്റുക. കാരണം നമ്മൾ കസ്റ്റമറെ ട്രാഫിക് ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നു. ഇനി ആ ഒരു സാധനം, ആ ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ഗേറ്റ് വേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മിസ്സായി പോകരുത്. സോ ബി വെരി ഷുവർ ദാറ്റ് യു ഡോണ്ട് ഹാവ് RTOs ആൻഡ് യു ഹാവ് ദ ബെസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ദാറ്റ് ഡസൻറ്റ് അലൗ ഡ്രോപ്പ് ഓഫ്സ്. ഇനി ചെക്കൗട്ടിൽ നോക്കേണ്ട മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്. ബെസ്റ്റ് ഷിപ്പിംഗ് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുക. ഓരോ ഏരിയയിൽ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ നോർത്തിൽ ഒരു ഷിപ്പിംഗ് പാർട്ട്ണറായിരിക്കും ബെസ്റ്റ്. ചിലപ്പം ഈസ്റ്റിൽ വേറൊരു ഷിപ്പിംഗ് പാർട്ട്ണർ ആയിരിക്കാം, സൗത്തിൽ വേറൊരു ഷിപ്പിംഗ് പാർട്ട്ണർ ആയിരിക്കാം, വെസ്റ്റിൽ വേറൊരു ഷിപ്പിംഗ് പാർട്ട്ണർ ആയിരിക്കാം. സോ അത് മനസ്സിലാക്കുക. പലതരം ഷിപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഷിപ്പ് റോക്കറ്റ് പോലത്തെ ഒരു അഗ്രിഗേറ്റർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും ഏതാണ് ബെസ്റ്റ് ഷിപ്പിംഗ് പാർട്ട്ണർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനീഷ്യലി ഷിപ്പ് റോക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റ്സ് കൂടിയേക്കാം, പക്ഷേ യു വിൽ ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ഷിപ്പിംഗ് പാർട്ട്നേഴ്സ് ഇൻ ഈച്ച് റീജിയൻ. പിന്നെ നിങ്ങൾക്ക് ആ ഷിപ്പിംഗ് പാർട്ട്ണറായി ഡയറക്റ്റ് ഡീല് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇനീഷ്യലി ഐ വുഡ് സജസ്റ്റ് ഗോയിങ് അഹെഡ് വിത്ത് അഗ്രിഗേറ്റേഴ്സ്. കാരണം എത്ര പെട്ടെന്ന് എത്ര റിലയബിൾ ആയിട്ട് നിങ്ങൾക്ക് ആ പാക്കേജ് അവിടെ എത്തിക്കാൻ പറ്റുന്നോ അത്രയും കൂടുതൽ ആ കസ്റ്റമർക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡ് ആവും. ആൻഡ് ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് ദിസ് കസ്റ്റമർ വീണ്ടും ഓർഡർ ചെയ്യാൻ. സോ ഷിപ്പിംഗ് പാർട്ട്ണർ ആണെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് വേ പാർട്ട്ണർ ആണെങ്കിലും ചെക്കൗട്ട് ആപ്സ് ആണെങ്കിലും very 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 important, because you have to convert the maximum customers that has come to your online store. ഇനി ഈ ഫണലിന്റെ ലാസ്റ്റ് സെക്ഷൻ which is post purchase, പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കൂടിയാണ്. കാരണം എന്താ, ഈ കസ്റ്റമറെ നമ്മൾ കുറേ കണ്ടന്റും കുറേ എഫേർട്ടും ഇട്ടിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി കൺവേർട്ട് ചെയ്ത് ചിലപ്പോൾ ആദ്യത്തെ ഓർഡറിൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ കസ്റ്റമറിനെ രണ്ടാമത് വന്ന് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുക. ബിക്കോസ് രണ്ടാമത്തെ സമയം നമ്മൾ ചിലപ്പം കണ്ടന്റോ പെയ്ഡ് ആഡ്സോ ഒന്നും ചെയ്യേണ്ടി വരില്ല. കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം കസ്റ്റമർ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് മേക്ക് ഷുവർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഈ ഒരു സെക്ഷനിൽ പോസ്റ്റ് പർച്ചേസ് സെക്ഷനിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, നമുക്കൊരു താങ്ക് യു മെസ്സേജ് അയക്കാം വയ ഇമെയിൽ ഓർ വാട്സാപ്പ് ഓർ ടെക്സ്റ്റ് മെസ്സേജ്. പക്ഷെ ആ താങ്ക് യു ഇമെയിൽ അയക്കുമ്പോൾ കസ്റ്റമർക്ക് ബ്രാൻഡുമായിട്ട് വീണ്ടും ഒരു അറ്റാച്ച്മെന്റ് വരികയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, നമുക്ക് വേണമെങ്കിൽ ഒരു സർവീസ് ഫോളോ അപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുത്തത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ആയിരിക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു മെസ്സേജ് വിടാം, ഈസ് ദ പ്രൊഡക്റ്റ് വർക്കിംഗ് ഫൈൻ, ആർ യു ഹാപ്പി വിത്ത് ദ പ്രൊഡക്റ്റ്, ആൻഡ് വി ക്യാൻ ആൾസോ ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അഗെയിൻ കസ്റ്റമർ നമ്മളെ ബ്രാൻഡുമായിട്ട് കൂടുതൽ അടുക്കും. ഇനി നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ആഡ്സ് ചെയ്യാതെ വീണ്ടും ആ കസ്റ്റമറെ വീണ്ടും വരുത്താം? ഒരു FMCG പ്രൊഡക്റ്റ് ആണ്, അതായത് ഒരു ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ ആയിക്കോട്ടെ, അതിന് റീ ഓർഡർ ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചിപ്സ് വിറ്റ് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് ഈ ചിപ്സ് തീരുമെന്ന് നമുക്ക് ഏകദേശം അറിയാം. കാരണം നമ്മൾ ചിലപ്പോൾ കസ്റ്റമർ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തായിരിക്കും ഇത്രയും 1 കിലോൻ്റെ ചിപ്സ് അല്ലെങ്കിൽ ഇത്രയും ഗ്രാമിൻ്റെ ചിപ്സ് ഇത്രയും ദിവസം കൊണ്ട് തീരും. ആ തീരുന്നതിന് 2 ദിവസം മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു റീ ഓർഡർ മെസ്സേജ് അയക്കാം. വി ഹോപ്പ് ദാറ്റ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ചിപ്സ്, വൈ ഡോണ്ട് യു റീ ഓർഡർ അഗെയിൻ, യെസ് നോ. അപ്പോൾ കസ്റ്റമർക്ക് വീണ്ടും ഓർമ്മ വരികയാണ്, എൻ്റെ സാധനം തീരാനായല്ലോ, ലെറ്റ് മീ റീ ഓർഡർ, യെസ്. ഇനി അതേപോലെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ വാങ്ങിക്കുന്ന ഒരു വേ പ്രോട്ടീൻ. എപ്പോഴും 1 മാസം കഴിയുന്നതിന് മുമ്പ് എനിക്ക് റീ ഓർഡർ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും, വുഡ് യു ലൈക്ക് ടു റീ ഓർഡർ യുവർ വേ പ്രോട്ടീൻ. ഇതും ആക്ച്വലി ഒരു റീറ്റൻഷൻ ടാക്ടിക് ആണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പർച്ചേസ് ഫ്ലോ ആണ്, വേർ യു ഇൻക്രീസ് യുവർ പ്രോഫിറ്റ്സ് വിത്തൗട്ട് സ്പെൻഡിങ് എ ലോട്ട് ഓൺ ആഡ്സ്.
ഇനി നാലാമത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. എന്താണ്? ക്രോസ് സെൽ ക്യാമ്പയിൻ. ഫോർ എക്സാമ്പിൾ, സേ ഒരു കസ്റ്റമർ നിങ്ങളത് ദേ ബോട്ട് എ ജ്വല്ലറി ഫ്രം യു. അത് ഇയറിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റിങ്സോ ബാംഗിൾസോ വേണമെങ്കിൽ ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. അവരത് വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ ദാറ്റ് ഈസ് വേർ യു ക്യാൻ അഗെയിൻ ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കസ്റ്റമർ. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം, പക്ഷെ ഇതിലും കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, കസ്റ്റമറോട് പറയുക നിങ്ങൾക്ക് ലോയൽറ്റി പോയിന്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് അനദർ വേ ഇൻ വിച്ച് യു ക്യാൻ ബ്രിങ് ബാക്ക് യുവർ കസ്റ്റമർ. നിങ്ങൾ കസ്റ്റമറോട് വീണ്ടും പറയാം നമ്മളെ പുതിയ റിലീസസ് അറിയണമെങ്കിൽ ഈ ഒരു മെസ്സേജിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്ത് സംഭവിക്കും? ആ കസ്റ്റമർ നിങ്ങളെ എപ്പോഴും നിങ്ങളെ പുതിയ പ്രൊഡക്ട്സ് കാണാൻ വേണ്ടിയിട്ട് ദേ വിൽ കീപ് ലുക്കിംഗ് അറ്റ് യുവർ മെസ്സേജസ്. ഇതൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ്സ് D2Cയിൽ കൂട്ടാനുള്ള പല പല മാർഗങ്ങളിൽ ചിലത്. ഇനി ഈ ചാപ്റ്റർ നിർത്തുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ആണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റും നിങ്ങളുടെ റിപ്പീറ്റ് പർച്ചേസും. ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ എത്രയാണ് കോസ്റ്റ്? ആ കസ്റ്റമർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ, അതായത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് താഴെ വരികയും റിപ്പീറ്റ് പർച്ചേസസ് കൂടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റ് കൂടുക. സേ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ നമുക്ക് 1000 രൂപ ചിലവായി വെച്ചോ. ആ കസ്റ്റമർ ആവറേജ് ഓർഡർ വാല്യൂ 1200 ആണ്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് റിപ്പീറ്റ് പർച്ചേസസ്, ആ കസ്റ്റമർ ലോസ് മേക്കിംഗ് കസ്റ്റമർ ആണ്. അതേപോലെ 10, 20, 30 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് താഴെ പോയേക്കാം. നേരെ മറിച്ച് ഒരു കസ്റ്റമർ അക്വയർ ചെയ്ത് വീണ്ടും വീണ്ടും ആ കസ്റ്റമർ ഒരു അക്വിസിഷൻ കോസ്റ്റും ഇല്ലാതെ വാങ്ങിക്കുമ്പോഴാണ് യു ആക്ച്വലി മേക്ക് പ്രോഫിറ്റ്. സോ ഗെറ്റ് ദിസ് ഇൻ യുവർ ബ്രെയിൻ. കസ്റ്റമർ അക്വിസിഷൻ ലോവർ ചെയ്യുക. ഒരു കസ്റ്റമറെ കൊണ്ട് വീണ്ടും വീണ്ടും വാങ്ങിപ്പിക്കുക. ഇത് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ D2C ചാനൽ പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. അപ്പോൾ D2C ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചാനൽസ് ഫോർ, ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ഈ മാർക്കറ്റിന് ഫിറ്റ് ആണോ, ഇതിന് പറ്റിയ കസ്റ്റമേഴ്സ് നമുക്കുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അനലൈസ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ചാനൽസ് D2C ആണ്. 2, ഏർലി കസ്റ്റമർ ഫീഡ്ബാക്സ് കിട്ടാനും വൺ ഓഫ് ദ ബെസ്റ്റ് ചാനൽസ് D2C ആണ്. കാരണം നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ ഡാറ്റ ഉണ്ട്. 3, എങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ മെസ്സേജിങ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാനും റിഫൈൻ ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും D2C ചാനൽ അടിപൊളിയാണ്. 4, നിങ്ങൾക്ക് കറക്റ്റ് പ്രൈസിങ്, ഈ പ്രൊഡക്റ്റിന് ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് സ്യൂട്ടബിൾ പ്രൈസിങ് എന്തായിരിക്കും എന്ന് അനലൈസ് ചെയ്യാനും D2C ചാനൽ കൊണ്ട് ഗുണമുണ്ട്. ഇനി ഈ കസ്റ്റമർ ഡാറ്റാബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൂൾ ഓഫ് കസ്റ്റമേഴ്സ്, സിമിലർ കസ്റ്റമേഴ്സ് ഉണ്ടാക്കുവാനും D2C ചാനൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. സോ D2C channel may not be the best profitable channel, but it is the best channel to analyze how your product is working for the customers and figure out what is the best ways to sell this product. So ഇതോടുകൂടി നമ്മളെ D2C ചാനൽ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ മെൻഷൻ ചെയ്താൽ മതി. വി വിൽ റിപ്ലൈ ടു ഇറ്റ്. ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് സെല് ചെയ്യാമെന്ന് പഠിക്കാം. ഇനി നിർത്തുന്നതിന് മുമ്പ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ മോട്ടിവേഷൻ ഫോർ us. So until we meet again next Tuesday, see you.